ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഞ്ജു അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഓംലെറ്റിൻ്റെ ബാറ്റർ എടുത്തുകൊണ്ട് വരും. അതിൽ വരുൺ ഇങ്ങനെ ഒരു പൊടി കലർത്തിയിട്ടുണ്ടെന്ന് ഒന്നും തന്നെ രഞ്ജു അറിയുന്നുണ്ടാവില്ല. എന്നിട്ട് വീണ്ടും ആ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാഞ്ചന വരും. എന്നിട്ട് കാഞ്ചന ചോദിക്കും, ഇതിപ്പോൾ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ രഞ്ജു പറയും, നിങ്ങൾ എന്ത് വിചാരിച്ചു, എല്ലാം കഴിച്ചു തീർത്താൽ ഞങ്ങൾക്ക് കഴിക്കാനൊന്നും ഉണ്ടാവില്ലെന്നോ, ഞാനേ ആരും കാണാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കാഞ്ചനയാണെങ്കിലും പറയും, ഓ രഞ്ജു പാപ്പാൻ്റെ ബുദ്ധി ഭയങ്കരം തന്നെ. അപ്പോൾ രഞ്ജു ആണെങ്കിലും പറയും, ഇത് തന്നെയല്ലേ നിങ്ങൾ രാധികാമ്മടുത്തും പറയുന്നത് കേട്ടത്. അപ്പോൾ കാഞ്ചനയാണെങ്കിലും ഒന്ന് ചമ്മായിരിക്കേ. എന്നിട്ട് ആ അതെ അതെ എന്ന് പറയും. എന്നിട്ട് പിന്നെ കാഞ്ചനയാണെങ്കിലും മനസ്സിൽ വിചാരിക്കും, എത്രയും പെട്ടെന്ന് രാധികാമ്മയെ ഇത് അറിയിക്കണമെന്ന്. അപ്പോൾ രഞ്ജു ആണെങ്കിലും പറയും, മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിന് രഞ്ജു ശരിക്കും മറുപടി കൊടുക്കുമായിരിക്കും. ഇപ്പം തന്നെ പറയണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ആ ശരി എന്നാൽ പിന്നെ പറയാം എന്ന് പറയേ. അപ്പോൾ ശരിക്കും കാഞ്ചന ചമ്മി പോവുമായിരിക്കും. അത് കഴിഞ്ഞ് രേഖ ഗീതുവിനോടും ഗോവിന്ദനോടും സംസാരിക്കുന്നുണ്ടാവും. എന്നോട് വരുണേട്ടന് ഒരു സ്നേഹമില്ല, രാധികാമ്മയ്ക്ക് ഒരു സ്നേഹമില്ല, എല്ലാവരും കഴിച്ചു, അല്ലെങ്കിലും എൻ്റെ ഇഷ്ടങ്ങളൊന്നും ആരും നോക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വെഞ്ച് ഓംപ്ലേറ്റ് കഴിഞ്ഞല്ലോ എന്നുള്ള സങ്കടത്തിൽ രേഖ ഇരിക്കുന്നുണ്ടാവും. ആ സമയമായിരിക്കും രഞ്ജു ടണ്ടടേ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബാറ്റർ. അപ്പോൾ ഗീതു ആണെങ്കിലും പറയും, അതെ ഞങ്ങളെ പ്ലാനായിരുന്നു അത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു വെജ് ഓംലേറ്റ് കഴിക്കാനായിട്ട് തയ്യാറാവുമായിരിക്കും. അതിൽ വരുൺ ഇങ്ങനെ ഒരു പോയ്സൺ കലർത്തിയിട്ടുണ്ടെന്ന് ആരും തന്നെ അറിയാതെയായിരിക്കും കഴിക്കാനായിട്ട് തയ്യാറാവുന്നത്. അപ്പോൾ ഗീതു ആണെങ്കിലും പറയും, ആദ്യത്തെ വായി കണ്ണേട്ടനല്ലേ ഈ റെസിപ്പി പറഞ്ഞു തന്നത്, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ആദ്യം കണ്ണേട്ടൻ കഴിച്ചാൽ മതി. ഈ സമയം ഗോവിന്ദ് പറയും, വേണ്ട നീ കഴിച്ചാൽ മതി, നീയല്ലേ ഗർഭിണി, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ആ റെസിപ്പി കണ്ടുപിടിച്ചത്, വേണ്ട കണ്ണേട്ടൻ കഴിക്കുക. ഇങ്ങനെ പരസ്പരം ആരാദ്യം കഴിക്കും എന്ന് പറഞ്ഞ് ഭയങ്കര തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിജയലക്ഷ്മി അമ്മ പറയും, ഇനി അതിനെപ്പറ്റി ആരും തർക്കം വേണ്ട, ഞാനിതാ വേറെ കൊണ്ടുവന്നുണ്ട് എന്ന് പറഞ്ഞ് വെജ് ഓംപ്ലേറ്റ് കൊണ്ടുവരികയായിരിക്കും വിജയലക്ഷ്മി അമ്മ. അപ്പോൾ വിജയലക്ഷ്മി അമ്മയെ കാണുമ്പോൾ ഗോവിന്ദിന് ദേഷ്യം വരികയായിരിക്കേ. അപ്പോൾ നിങ്ങളോട് ആരെപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ രഞ്ജു പറയും, അല്ല ഏട്ടനല്ലേ പറഞ്ഞത്, ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ എന്നെ വിജയലക്ഷ്മി അമ്മ കാണാൻ വരുന്നതിൽ ആരും ഒന്നും പറയരുതെന്ന്, എന്നിട്ട് ഏട്ടൻ എന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പോൾ ഗോവിന്ദ് ഒന്നും മിണ്ടുന്നുണ്ടാവില്ല. ആ സമയം ഗീതു ആണെങ്കിലും പറയും, കണ്ണേട്ടനല്ലേ പറഞ്ഞത് എന്നോട് ദേഷ്യപ്പെടില്ല വഴക്കിടില്ല എന്നൊക്കെ, എന്നിട്ട് എന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദ് ോടും ദേഷ്യപ്പെടുന്നൊന്നുമില്ല, ഞാനേ കഴിക്കാനുള്ള പ്ലേറ്റ് എടുക്കാൻ പോയത് എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാവർക്കും ആശ്വാസമായിരിക്കും. രേഖയാണെങ്കിൽ പറയും, ഈ വെജ് ഓംപ്ലേറ്റ് ഞാൻ വരുണേട്ടന് കൊണ്ട് കൊടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് മോളിലേക്ക് വേഗം കൊണ്ട് കൊടുക്കേ. ആ സമയത്തോടെ രാധികാമ്മി വരുണും നിന്ന് സംസാരിക്കുകയായിരിക്കും. എന്നിട്ട് അവരെടുത്ത് കൊടുക്കുമ്പോൾ വരുണാണെങ്കിൽ ചോദിക്കും, ഇത് ഏത് ഓംപ്ലേറ്റ്, അതെ കണ്ണേട്ടൻ്റെ അമ്മയുണ്ടല്ലോ അമ്മ കൊണ്ടുവന്നത്, ഏതമ്മ. അപ്പോൾ രേഖ പറയും, കണ്ണേട്ടന് ആകെ ഒരു അമ്മയുള്ളൂ, അവർ വിജയലക്ഷ്മി അമ്മ എന്നാണ് അവരുടെ പേര്, അവർ കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ രാധികയ്ക്ക് ഭയങ്കര ദേഷ്യമാവുമായിരിക്കും. എന്നിട്ട് പിന്നെ വരുണാണെങ്കിലും പ്രത്യേകം ചോദിക്കും, ഇത് അവർ കൊണ്ടുവന്ന് തന്നെയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ, കാരണം നേരത്തെ ബാറ്ററിൽ ആ ഒരു പോയ്സൺ കലർത്തി വെച്ചതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വരുൺ ചോദിക്കുന്നത്. അതേ വരുണേട്ട ഇത് അത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുമായിരിക്കും. എന്നിട്ട് പിന്നെ രേഖ താഴോട്ട് പോവും. ആ സമയം വരുണാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ട ഇതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് നാണല്ലടാ ഇത് കഴിക്കാൻ എന്ന് ചോദിക്കേ രാധികാമ്മ. ആ സമയം വരുൺ പറയും, എന്തിനു നാണിക്കണം, അവർ കൊണ്ടുവന്ന ഭക്ഷണം ഞാൻ ചവച്ചരച്ചരച്ച് അവരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ രാധികാമ്മയാണെങ്കിൽ ഓ ഇങ്ങനൊരു മണ്ടൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുണിനെ നോക്കുന്നുണ്ടാവും. വരുണാണെങ്കിൽ അത് ഭയങ്കര ആസ്വദിച്ച് ചവച്ചരച്ച് കഴിക്കുകയായിരിക്കും ആ ഒരു ഓംലെറ്റ്. അതേസമയം രാധികാമ്മയാണെങ്കിൽ താഴെ എന്താണെന്ന് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ടാവും. ആ സമയം ഗീതു ആണെങ്കിൽ വിജയലക്ഷ്മി അമ്മയുടെ അടുത്ത് പറയും, എനിക്കല്ല ഉണ്ടാക്കി തന്നത്, ആദ്യം മക്കൾക്ക് തന്നെ കൊടുക്കണം, ആദ്യം ഗോവിന്ദേട്ടന് കൊടുത്താലേ ഞാൻ കഴിക്കുള്ളൂ എന്നിങ്ങനെ ഗീതു പറയുന്ന സമയത്ത് ഗോവിന്ദന് ദേഷ്യം വരികയായിരിക്കും. എന്നിട്ട് വിജയലക്ഷ്മി അമ്മ നിർബന്ധപൂർവ്വം വിജയലക്ഷ്മി അമ്മയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഗോവിന്ദൻ്റെ അടുത്ത് നിർത്തിയിട്ട് കൊടുക്കമ്മേ എന്ന് പറഞ്ഞ് ഗീതു ആണെങ്കിൽ നിർബന്ധിക്കേ. ആ സമയത്ത് ഗോവിന്ദന് ദേഷ്യം വന്നിട്ട് കഴിക്കാതെ മാറി നിൽക്കും. ആ സമയം വിജയലക്ഷ്മി അമ്മയ്ക്ക് കണ്ണ് നിറഞ്ഞിട്ട് വിജയലക്ഷ്മി അമ്മ പറയും, എന്നോട് പിണങ്ങുമ്പോൾ ഇവൻ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു, പിന്നെ എൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കാറില്ല, പിന്നെ മാധവേട്ടൻ കൊടുക്കുമ്പോഴാണ് കഴിക്കാറ്, ഞാൻ അങ്ങനെ വിചാരിച്ചോളാം, അതുകൊണ്ട് നീ കൊടുത്താൽ മതി ഗീതു എനിക്ക് പകരം എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ ഒന്ന് കണ്ണ് നിറഞ്ഞിങ്ങനെ തുടയ്ക്കുന്നൊക്കെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ ഗീതു ഇങ്ങനെ
വെച്ച് കൊടുക്കുമ്പോൾ ഗോവിന്ദാണെങ്കിലും കഴിക്കുകയായിരിക്കേ. അത് കഴിഞ്ഞ് വിജയലക്ഷ്മി അമ്മ എല്ലാവർക്കും 3 ഗർഭിണികൾക്കും വായിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അവർ നല്ല സന്തോഷത്തിൽ ആ ഒരു വെജ് ഓംലേറ്റ് കഴിക്കുന്നത് കാണുമ്പോൾ വിജയലക്ഷ്മി അമ്മയാണെങ്കിൽ സന്തോഷത്തോടെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അത് ആ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ ഗോവിന്ദൻ്റെ കണ്ണ് നിറയായിരിക്കും. എന്നിട്ടിങ്ങനെ കുറേ നേരം ഇതിങ്ങനെ കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നുണ്ടാവും ഗോവിന്ദാണെങ്കിലും. എന്നിട്ടിങ്ങനെ വിചാരിക്കുകയാണ്, ഈ ഒരു കാഴ്ച കാണാൻ ഞാൻ ആഗ്രഹിച്ചത് രാധികാമ്മയുടെ നിന്നായിരുന്നു. പക്ഷെ രാധികാമ്മയ്ക്കാണെങ്കിൽ ഒരാളോടോ ഒരു സ്നേഹമില്ല, എൻ്റെ കുഞ്ഞിനോടോ എൻ്റെ ഭാര്യയോടോ ഒരു സ്നേഹമില്ല രാധികാമ്മയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും. ആ പാട്ടുകാരിയുടെ ആരുമല്ല രേഖ, എന്നിട്ട് പോലും ആ രേഖയോട് ഇങ്ങനെ ഇത്രയും നല്ല സ്നേഹത്തിൽ പെരുമാറാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തിലിങ്ങനെ മുകളിലേക്ക് പോകുമായിരിക്കേ. ആ സമയം അവിടെ വരുണും രാധികാമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് പറയും, കണ്ണാ ആരാണ് താഴെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നുണ്ടാവില്ല. എന്നിട്ട് പറയും, നീ എന്തിനാണ് കണ്ണ ഇങ്ങനെ ഇവരെയൊക്കെ ഇങ്ങനെ വീട്ടിൽ കയറ്റുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവസാനം ഗോവിന്ദൻ്റെ കൺട്രോൾ തെറ്റായിരിക്കും. എന്നിട്ട് പിന്നെ ദേഷ്യപ്പെട്ടിട്ട് പറയും, നിങ്ങൾക്ക് ആരോടും സ്നേഹമൊന്നുമില്ലല്ലോ, താഴെ ചെന്ന് നോക്ക് ആ പാട്ടുകാരി അവരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. അവരെല്ലാവരും സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് അവരോട് ഇത്രയെങ്കിലും സ്നേഹം തോന്നിയിട്ടുണ്ടോ? ഒന്നും പോട്ടെ, ഒന്നുമില്ലെങ്കിലും എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ചോര എടുത്ത് മാത്രമേ സ്നേഹമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നല്ല കണക്കിന് കൊടുക്കുകയായിരിക്കും ഗോവിന്ദ്. എന്നിട്ട് പിന്നെ ഗോവിന്ദ് അവിടുന്ന് പോയതിന് ശേഷം രാധികാമ്മ വരുണിൻ്റെ അടുത്ത് പറയാണ്, ഇപ്പോൾ ഒന്നും എൻ്റെ കൈപ്പടിയിലൊന്നും നിൽക്കുന്നില്ല, ഇനിയിപ്പോൾ ഒറ്റൊരു വഴിയേ ഉള്ളൂ. അവനെ വളർത്തിയത് എന്തായാലും ഞാനാണല്ലോ, എനിക്കറിയാം അവനെ എങ്ങനെയാണ് വീഴ്ത്തേണ്ടതെന്ന്. ഇപ്പം തന്നെ ഇവിടെ അനാർക്കലിയെ വിളിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണം, എന്നിട്ട് വേണം ആ വിജയലക്ഷ്മിയെയും ആ രഞ്ജുവിനെ ഇവിടുന്ന് പുറത്താക്കാൻ എന്ന് പറഞ്ഞ് രാധികാമ്മ പ്ലാൻ ചെയ്തിട്ട് അനാർക്കലിയെ വിളിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.